ഇപ്പോൾ നമ്മൾ SNDP-യിലെ വിഭാഗത്തിൽ നിന്നുള്ള BDS നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ SNDP-യുടെ ചെയർമാൻ അടക്കമുള്ള ആൾ നമ്മളോടൊപ്പമല്ല. അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറുണ്ട്. NSS ഒരു ഹിന്ദു സംഘടനയാണ്. ആ സംഘടന BJP-ക്ക് അനുകൂല നിലപാടുകളല്ലല്ലോ പറയുക. അപ്പോൾ ആ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ശക്തമായി ഇത്തരത്തിൽ ഈ ഭാഷയിൽ വിമർശിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി മുമ്പോട്ട് പോകുക. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജോർജാണ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം PC ജോർജ് ആയാലും ശരി, ഷോൺ ജോർജ് ആയാലും ശരി, സഭകൾക്കെതിരെ PC ജോർജ് വളരെ മോശമായ ഭാഷകൾ ഉപയോഗിക്കുന്നു. ദീപിക പത്രത്തിനെതിരെ ഷോൺ ജോർജും പറയുന്നുണ്ട് എന്നതാണ്. അതെങ്ങനെയാണ് ന്യൂനപക്ഷ മോർച്ച അതിനെ വില? അല്ല, അതിനെ സംബന്ധിച്ച് ശരിക്കും പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുരേഷ് ജി ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയുടെ നിലപാടല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാനും കരുതുന്നത് വ്യക്തിപരമായ നിലപാടാണ് എന്ന സ്ഥലത്തിലാണ് ഞങ്ങൾ അതിനെ കാണുക. പക്ഷേ ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഏത് സമുദായമാണെങ്കിലും ആ സമുദായം മുഴുവൻ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലാവസ്ഥ കേരളത്തിൽ നിന്നാൽ എനിക്ക് തോന്നുന്നത് രാജ്യത്താകമാനമില്ല എന്നാണ് ഞാൻ കരുതുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ മതവിഭാഗമാണെങ്കിലും അവർക്കും ഈ പറയുന്ന അവിടുത്തെ ജനവിഭാഗങ്ങൾക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി സഭ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭ BJP-യോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഘട്ടം ഘട്ടമായി മാത്രമേ ഈ മാറ്റം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നതും ശരിയല്ല, അതങ്ങനെ ഉണ്ടാകുകയുമില്ല. അവർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറി അവർ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലത്ത് വ്യത്യസ്തമായ ആളുകളുണ്ടാകാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് പാർട്ടി കാണുന്നത്. പാർട്ടി അത്തരത്തിലാണ് അതിനെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കാണുന്നതും ആ തരത്തിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ശരിയായില്ല എന്നുള്ളതാണോ നിലപാട്? വിമർശനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് വ്യക്തിപരമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് പാർട്ടിയുടെ നിലപാടല്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ നിലപാടാണ്. അപ്പോൾ അത് ഒരിക്കലും പാർട്ടിയുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ മോർച്ചയുടെ നിലപാടല്ല. കാരണം അത് അത്തരത്തിലല്ല പാർട്ടി അതിനെ കാണുകയും പാർട്ടി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രതികരണങ്ങൾ സഭകൾക്കിടയിലേക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കുമെന്ന് കരുതുന്നു. അല്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കഴിയുമല്ലോ. കാരണം ഇതെന്നാന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ അത്ര വിശാലമായ അർത്ഥത്തിലല്ല ചിന്തിച്ചിരുന്നെങ്കിൽ കൂടി അത് ഒരു ആളുകളിലേക്ക് മറ്റൊരു തരത്തിലുള്ള മെസ്സേജാണ് അത് കൊടുക്കുക. PC ജോർജ് ആണെങ്കിൽ പോലും അത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് കാഞ്ഞിരപ്പള്ളി ഒരു അധ്യക്ഷന്റെ നേരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവേകമില്ലാത്ത ആൾ എന്നൊക്കെ പറയുന്നു. അത്തരം പ്രയോഗങ്ങൾ ആർക്കെതിരെയായാലും ശരിയാണ്. അല്ല, അത് ആർക്കെതിരെയായാലും ഒഴിവാക്കേണ്ടതാണെന്ന് തന്നെയാണ് അഭിപ്രായം. അത് വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയാണെങ്കിലും, അത് പിതാക്കന്മാരായിക്കൊള്ളട്ടെ, ഇനി അതിൽ താഴെയുള്ള ആളുകളായിട്ട് ആരെക്കുറിച്ചാണെങ്കിലും വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വിഷയത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രതികരണങ്ങൾ വന്നതോടുകൂടി തന്നെ ഉയർന്നൊരു കാര്യം പറയുന്നത് സഭകളുടെ വോട്ടുകൾ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് എന്നൊരു അഭിപ്രായം ഉയർന്നു വരുന്നത്. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് ഇപ്പോൾ പറയുവാൻ കഴിയില്ല. കാരണം സഭ അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിർദ്ദേശം കൊടുത്തതായി നമുക്കറിയില്ല. കാരണം അത് പല സ്ഥലത്തും തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിലും പല സ്ഥലത്തും നമുക്ക് അറിവുള്ളതാണ്. അങ്ങനെ പ്രത്യേക ഒരു ഡയറക്ഷൻ ഇത്തവണ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ തവണ ഇത്തവണ നമ്മുടെ തിരുവനന്തപുരത്ത് കിരൺ റിജിജു നമ്മുടെ മൈനോറിറ്റി പാർലമെൻറ്റുകാര്യ വകുപ്പ് മന്ത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ അവിടെ എല്ലാ മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ വിളിച്ച് കൂട്ടിയൊരു വളരെ കാഷ്വലായിട്ടൊരു മീറ്റിംഗ് നടന്നിരുന്നു. അത് FCRI ആയി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നു. അപ്പോൾ ആ ചർച്ചകളെ സംബന്ധിച്ച് അവിടെ പങ്കെടുത്തിരുന്ന എല്ലാ ആളുകളും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. കാരണം അത് മുന്നോട്ടുള്ള വിഷയങ്ങളിൽ തീർച്ചയായും അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് എറർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ തീർച്ചയായും പരിഗണിക്കുമെന്ന് മന്ത്രി പറയുകയും അതിനെ വളരെ പോസിറ്റീവായി അവിടെ വന്ന ആളുകൾ എടുത്തുവെന്ന് മാത്രമല്ല, നമുക്കറിയാം അവിടെ ലാറ്റിൻ രൂപത എന്നുള്ള വികാരി ജനറലായിട്ട് യൂജിൻ അച്ഛനടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം നിങ്ങളുടെ അടുത്ത ചാനലുകൾക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അതേ സംബന്ധിച്ച് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട്. ചർച്ചകൾ കൂടി മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അത് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലും അത്തരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ജനറലൈസ് ചെയ്ത് കാണേണ്ട ഒരു ആവശ്യം ഇത്തരത്തിലില്ല എന്നാണ് ഞാൻ കരുതുക. ഇത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് ഈ പറഞ്ഞ പ്രസ്താവനകൾ ശരിയല്ല എന്ന നിലപാട് തന്നെയാണ്. പ്രസ്താവനകൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമാണ്, പാർട്ടിയുടേതല്ല എന്ന് കൃത്യമായി തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു. അത് തന്നെയാണ് ന്യൂനപക്ഷ മോർച്ചയ്ക്കും പറയാനുള്ളത്. ഈ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് ഒരു തിരുത്തി പറയണമെന്ന അഭിപ്രായം? അല്ല, അത് തിരുത്തി പറയണമെന്നുള്ളത് അതിനെ സംബന്ധിച്ച് പാർട്ടിയിൽ നിലപാടുകളും അതിൻ്റെ അകത്തുള്ള നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അത് അതിനനുസരിച്ച് നടക്കട്ടെ. അത് പറയാൻ ഞാനാളല്ല. പക്ഷേ അത് വ്യക്തിപരമായിട്ട് ആരെയും ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദീപികയ്ക്കെതിരായ വിമർശനങ്ങൾ എങ്ങനെ കാണുന്നു? ദീപിക എന്ന് പറയുന്നത് നമുക്കറിയാം കാലങ്ങളായിട്ട് ആദ്യത്തെ ഒരു ദിനപത്രം, രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു പത്രം എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലമാകുകയും അത് അതിൻ്റെ ഒരു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പത്രം അല്ലെങ്കിൽ നിലയ്ക്ക് ഒരു കത്തോലിക്ക മുഖപത്രം എന്നുള്ള നിലയ്ക്ക് നിലകൊള്ളുന്ന ഒരു പത്രമാണ്. അതിൽ ഈ പറയുന്നത് പോലെ ചില
ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ അത് ഞാൻ പറയുന്നത് കുറച്ചുകൂടി നമ്മൾ അവധാനതയോടെ ആ വിഷയത്തെ കാണുകയും അത് അത്തരത്തിൽ കാണുകയും അത്തരത്തിൽ അതിനെ സംബന്ധിച്ചുള്ള എന്താ പറയുക, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതും അത്തരത്തിലായിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ ഈ ഇത്തരം ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും പിതാക്കന്മാർ ബന്ധപ്പെടുകയോ ഈ പരാമർശിക്കപ്പെടുന്ന ആളുകളെ ബന്ധപ്പെടുകയോ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എതിർപ്പ് ശബ്ദങ്ങൾ വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? 1-2 ആളുകൾ വിളിച്ചിരുന്നു. സ്വാഭാവികമാണല്ലോ, അവർക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവർ ബുദ്ധിമുട്ട് ചില ആളുകൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അത് പേഴ്സണലായുള്ള നിലയ്ക്ക് അറിയിച്ചു, അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമാണ്. ആ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അറിയിച്ചിട്ടുണ്ട്. സഭകൾക്ക് ഇതിലൊരു വിയോജിപ്പും എതിരഭിപ്രായം അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഉണ്ട്. എന്തായാലും ഇത് വ്യക്തിപരമായിട്ടാണ് അതിൽ ഒരു എതിരഭിപ്രായം അല്ല, അതിൽ ഞാൻ പറഞ്ഞത് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നുള്ളതാണ്. എതിരഭിപ്രായം എന്നുള്ളതല്ല, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സമുദായങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പമല്ല. ഇപ്പോൾ നമ്മൾ SNDPയിലെ വിഭാഗത്തിനുള്ള BDS നമ്മളോടൊപ്പമുണ്ട്. പക്ഷേ SNDPയുടെ ചെയർമാൻ അടക്കമുള്ള ആൾ നമ്മളോടൊപ്പമല്ല. അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറുണ്ട്. NSS ഒരു ഹിന്ദു സംഘടനയാണ്. ആ സംഘടന BJPക്ക് അനുകൂല നിലപാടുകളല്ലല്ലോ പറയുക. അപ്പോൾ ആ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ശക്തമായി ഇത്തരത്തിൽ ഈ ഭാഷയിൽ വിമർശിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി മുമ്പോട്ട് പോവുക. ഇത് ഞാൻ പറയുന്നത് ഈ സമുദായങ്ങളും സമുദായ നേതാക്കൾ അല്ലെങ്കിൽ ഇവരുമായിട്ടെല്ലാം താഴെത്തട്ട് മുതൽ മേൽത്തട്ടിൽ വരെ ആളുകളുമായിട്ടുള്ള ഡയലോഗുകൾ കൂടെയും കൂടിച്ചേറുകളിൽ കൂടെയൊക്കെയാണ് പാർട്ടി വളർന്നുകൊണ്ടിരിക്കുക. അത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ സമയമെടുക്കും, ചിലപ്പോൾ പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുക.